നമസ്കാരം സാർ. നമസ്കാരം. കൊട്ടിഘോഷിച്ച് എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ 2026 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയന് ഭൂരിപക്ഷം കിട്ടി അദ്ദേഹം തന്നെ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇന്നിപ്പോൾ പിണറായിസത്തിനും മരുമോനിസത്തിനും എതിരെയൊക്കെ ആളുകൾ എതിരെ ഉയർത്തിയിട്ടുള്ള മുറവിളികളൊക്കെ മനസ്സിലാക്കി എന്തായിരുന്നു തനിക്കും തൻ്റെ പാർട്ടിക്കും ഈ കഴിഞ്ഞ ഭരണവേളയിൽ 10 വർഷം കൊണ്ട് പറ്റിയത് എന്നുള്ളത് മനസ്സിലാക്കി ആ തെറ്റുകളൊക്കെ തിരുത്തി വീണ്ടും കുറെ കൂടി കാര്യക്ഷമമായ ഒരു മുഖ്യമന്ത്രിയായി തിരിച്ചു വരാൻ, അതെ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം അലങ്കരിച്ച് നല്ലൊരു ഭരണം കാഴ്ചവെക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അതായത് ഈ 10 വർഷക്കാലം കൊണ്ട് ഭരണവിരുദ്ധ വികാരമുണ്ടായി എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു അഭിപ്രായഗതി അങ്ങനെ ഉണ്ടായി. മാധ്യമങ്ങളും അത് തന്നെ പലരും പറഞ്ഞു, പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിച്ചു. ഇതെല്ലാം പിണറായി വിജയൻ മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് വിപരീതമായി ഉൾക്കൊള്ളുകയും എന്തെങ്കിലും തിരുത്തലുകൾ വേണ്ടി വരികയാണെങ്കിൽ തിരുത്തൽ നടത്തി തിരിച്ച് ഇതുവരെ നാം കാണാത്ത മറ്റൊരു മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഭരണം നടത്തുമോ എന്നുള്ളതൊരു ചോദ്യം. മറിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് 2026 കനത്ത തോൽവി നേരിടുകയാണെങ്കിൽ എന്തായിരിക്കും മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയൻ്റെ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ പിണറായി വിജയൻ്റെ CPM-ലുള്ള സ്ഥാനം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. രണ്ടിനും ഘട്ടം ഘട്ടമായി മറുപടി പറയാം. താങ്കളുടെ ഒന്നാമത്തെ ചോദ്യം അത് വളരെ ആലോചിക്കേണ്ട ചോദ്യമാണ്. കാരണം എല്ലാ പരിസ്ഥിതികളും പിണറായി വിജയൻ്റെ 2ാം ടേം അല്ലെങ്കിൽ 3ാം ടേം വരുന്നതിന് എതിരായിട്ട് നിൽക്കുകയാണ്. പക്ഷേ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സാധ്യതകളുടെ കലയാണ്. അത് അൺപ്രഡിക്റ്റബിളാണ്. ഇവിടെ വേണമെങ്കിൽ എന്തെങ്കിലും മഹാത്ഭുതം സംഭവിക്കാം. പിണറായി വിജയൻ ജയിക്കാം, 1-2 സീറ്റ് അല്ലെങ്കിൽ 72 73 സീറ്റ് അല്ലെങ്കിൽ 75 സീറ്റ് താഴെ കിട്ടി അധികാരത്തിൽ വരാം. അവിടെ വരുമ്പോൾ പിണറായി വിജയൻ എന്ത് ചെയ്യും? ആദ്യത്തെ ചോദ്യമാണ്. ഉറപ്പായിട്ടും പിണറായി വിജയൻ ഒരു കാര്യം മനസ്സിലാവും, 99 സീറ്റിൽ നിന്നും LDF-നെ 72 സീറ്റിലേക്ക് കൊണ്ടുവന്നതിലെ പ്രധാന പ്രതി മറ്റാരുമല്ല താനാണെന്നുള്ള തിരിച്ചറിവ് പിണറായി വിജയൻ ഉണ്ടായാൽ അവിടെ തിരുത്തലുകളെ താൻ ഇന്നലെ വരെ ചെയ്ത പ്രവൃത്തികൾക്ക് വിരുദ്ധമായി തിരുത്തലുകൾ എടുക്കാൻ തയ്യാറാകേണ്ടി വരും. ആദ്യം തന്നെ CM എന്ന് പറയുന്ന നൊട്ടോറിയസ് വിഴുപ്പ് പാണ്ടത്തെ എടുത്ത് വഴി തള്ളും, അല്ലെ വേസ്റ്റ് എടുക്കാൻ വരുന്ന പിള്ളേർക്ക് ഹരിതകർമ്മസേനയ്ക്ക് കൊടുത്ത് ഈ വേസ്റ്റ് എല്ലാം എവിടെയെങ്കിലും കൊണ്ട് കളയാൻ പറയും. ഇപ്പോൾ തന്നെ കുറേ പേര് രാജിവെച്ച് പോയിട്ടുണ്ട്, ഇനിയും കുറേ പേരുണ്ട്. അങ്ങനെ ശുദ്ധീകരണത്തിൻ്റേതായ ഒരു പ്രത്യേകത മാവോയിലൊക്കെ ചൈനയിലൊക്കെ നടന്ന പോലെ പറയാൻ വേണമെങ്കിൽ വ്യാപകമായ ശുദ്ധീകരണം സർക്കാർ തലത്തിലും, അതായത് ട്രേഡ് യൂണിയൻ വലിയ നേതാക്കന്മാരുടെ ഭരണം ഒഴിവാക്കി സർക്കാർ തലത്തിലും ശുദ്ധീകരണം നടത്താം, രാഷ്ട്രീയ തലത്തിൽ പാർട്ടിയിൽ ശുദ്ധീകരണം നടത്താം. ഇവിടെ ആ രീതിയിൽ പിണറായി വിജയന് പോകാം. അതല്ല, പിണറായി വിജയൻ ഇങ്ങനെ തിരസ്കരിക്കപ്പെട്ടാൽ ആ വിഴുപ്പ് ഭാണ്ഡത്തെ പോലെ കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയനെ പുറത്തെറിയാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ നമുക്ക് പിണറായി വിജയനോട് സഹകരിക്കാനേ പറ്റുള്ളൂ. കാരണം എല്ലാ സ്വേച്ഛാധിപതികളുടെയും അന്ത്യം അതാരുടെയാണെങ്കിലും ഇതുപോലെ വളരെ ദയനീയമായ സാഹചര്യത്തിലാണ്. പിണറായി വിജയൻ എന്തെല്ലാം മനുഷ്യനെ അടിച്ചമർത്താൻ ചെയ്യുകയും അടിച്ചമർത്തിയെന്ന് മാത്രമല്ല നികൃഷ്ടമായ വാക്കുകൾ കൊണ്ടുള്ള പരിഹാസം കൂടെ ഉണ്ടായിരുന്നു. തല തല്ലി പൊട്ടിച്ച് ചോര ചീറ്റുന്ന പയ്യന്മാരെ നോക്കി പറയുക, ഞങ്ങളുടെ സഖാക്കളും പോലീസും കൂടെ ചേർന്ന് ചെയ്ത രക്ഷാപ്രവർത്തനമാണെന്ന് പറയാൻ പറ്റിയ ഒരു മനുഷ്യൻ. ഒരുങ്ങിയ പിള്ളേരെ രക്ഷാപ്രവർത്തനം നടത്തി രക്ഷിച്ചു. രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന പിണറായി വിജയൻ എന്താണ് കാത്തിരിക്കുന്നത്? എവിടെയാണ് പിണറായി വിജയന് ശിക്ഷ വിധിക്കുന്നത്? ഇപ്പോൾ നമുക്ക് മുമ്പ് പറയാം, മരണക്കിടക്കയിൽ വരെ മാനസാന്തരം വരാമെന്ന് പറഞ്ഞ് ബൈബിളിൽ പറഞ്ഞ പോലെ മാനസാന്തരം വരാനുള്ള അവസരം നഷ്ടപ്പെട്ടാൽ അതിനു മുമ്പ് തന്നെ മരണം അടുത്തേക്ക് വിളിച്ചാൽ, മരണം എന്ന് പറഞ്ഞാൽ അവസാനം, രാഷ്ട്രീയ അവസാനം. സതീശൻ്റെ വനവാസം സതീശൻ സ്വയം സെലക്ട് ചെയ്തെടുക്കുന്നതാണ്. ഇതങ്ങനെയല്ല. ജനങ്ങളെ കയറും കമ്പിയും എല്ലാം ഇട്ട് വലിച്ചു കെട്ടി വനവാസത്തിന് വിടുകയാണ്. അല്ല, മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വിഷയം കൂടി നിലവിലുള്ളതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വലിയ പരിതാപകരമായ അവസ്ഥയിലാണ് എന്നുള്ളതാണ്
മനസ്സിലാക്കാൻ കഴിയുന്നത്. പലപ്പോഴും അദ്ദേഹത്തിന് നേരെ നിന്ന് സംസാരിക്കുവാനോ അല്ലെങ്കിൽ കുറച്ച് ദൂരം സഞ്ചരിക്കുവാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിൻ്റെ യാത്രകളും അദ്ദേഹത്തിൻ്റെ പരിപാടികളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലെ മിയോ ക്ലിനിക്കിലെ ചികിത്സയും എടുക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇനിയും മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വ്യക്തിപരമായി പിണറായി വിജയന് വലിയ വലിയ നഷ്ടങ്ങളുടെ കാലമായിരിക്കും വരാനിരിക്കുക. കാരണം പാർട്ടിയിൽ പഴയ അപ്രമാദിത്തൻ ഇപ്പോൾ തന്നെ പാർട്ടിയിൽ പിണറായി വിജയൻ്റെ സ്ഥാനമാനങ്ങളെ ചോദ്യം ചെയ്തു തുടങ്ങി, തീരുമാനങ്ങളെ ചോദ്യം ചെയ്തു തുടങ്ങി. ആ തീരുമാനങ്ങളെ ചോദ്യം ചെയ്ത് തുടങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലരും ഇപ്പോൾ പാർട്ടി വിട്ട് പുറത്തു വരുന്നത്. ഇപ്പോൾ പാർട്ടി വിട്ട് പുറത്ത് വരാത്ത ആളുകൾ ഇപ്പോൾ നോക്കുക, കണ്ണൂരിലെ ജയരാജത്രയങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ കളികളുടെ ഫലമായാണ് ടി കെ ഗോവിന്ദൻ പി കെ ശ്യാമളയ്ക്കെതിരെ സ്ഥാനാർത്ഥിയായിരിക്കുന്നത് നാളെ വാർത്ത വരുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ ജയരാജന്മാരുൾപ്പെടെ ഈ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും പുതിയ ജയരാജന്മാർ പിണറായി വിജയന് നേരെ വിരൽ ചൂണ്ടി പറയാൻ ഒരാളെ ഇഷ്ടംപോലെ ജയരാജന്മാർ എല്ലായിടത്തും ഉണ്ടായിക്കൊണ്ടിരിപ്പുണ്ട്. പക്ഷെ അവർക്ക് പുറത്ത് പറയാനുള്ള ആദ്യത്തെ അവസരം കിട്ടാൻ പോകുന്ന 24 എല്ലാവർക്കും നേരെ പറയാൻ ധൈര്യം കാണില്ല. അതെ, അപ്പോൾ ഈ കാലാനുസൃതമായ മാറ്റം വരണം അല്ലെങ്കിൽ സ്വീകരിക്കണം എന്ന് എപ്പോഴും പറയുന്ന നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളെന്ന് അവകാശപ്പെടുന്ന ഈ പാർട്ടിയിൽ പിണറായി വിജയൻ മാത്രം പിന്തിരിപ്പൻ ചിന്താഗതിയോടുകൂടി വീണ്ടും ആ സ്ഥാനമാനങ്ങളെ ചൊല്ലി കലഹിച്ച് അവിടെ തന്നെ നിൽക്കുന്നു. അല്ലെങ്കിൽ 2 ടൈമിൻ്റെ ഒരു വ്യവസ്ഥ പറയുമ്പോഴും പ്രായാധിക്യം കൊണ്ട് പാർട്ടിയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ മുതിർന്ന നേതാവ് എന്ന് പറയുന്ന ഇദ്ദേഹം മാറി നിൽക്കാനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അവസരം കൊടുക്കാനോ ഒന്നും തയ്യാറില്ല. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആളുകളെ മാത്രമാണ് അദ്ദേഹം പാർശ്വവർത്തികളായിട്ട് കൂടെ നിർത്തിയിരിക്കുന്നത്. അതാണ് ഭരണത്തിൻ്റെ ഭാഗം. ജനങ്ങളുടെ ഭരണത്തിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ പിണറായി വിജയനോട് ഒത്തു നിൽക്കുന്നവരെ മാത്രമേ ഭരണത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ തോമസ് ഐസക്, ശൈലജ ടീച്ചർ, അതുപോലെ ജി സുധാകരൻ, അങ്ങനെ പാർട്ടിയിൽ വേണ്ടപ്പെട്ട എല്ലാ മുതിർന്ന മുൻനിര നേതാക്കളെയും വെട്ടി ഒതുക്കിയിട്ടാണ് അദ്ദേഹം ഒരു രണ്ടാം ചേരി അദ്ദേഹം പറഞ്ഞാൽ കേൾക്കുന്ന ആളുകൾ. ഒരുപക്ഷെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം നിൽക്കാൻ പറഞ്ഞ ആജ്ഞാനുവർത്തികൾ അദ്ദേഹം നിൽക്കാൻ പറഞ്ഞിരിക്കുകയും ഇരിക്കാൻ പറഞ്ഞ കിടക്കുകയും കിടക്കാൻ പറഞ്ഞ ഉരുളുകയും ചെയ്യുന്ന ഒരു പറ്റം ആളുകളെ കണ്ടെത്തിയിരിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു പാർശ്വവൃന്ദത്തെ വെച്ചിട്ട് പിണറായി വിജയന് അധികകാലം മുന്നോട്ട് പോകാൻ സാധിക്കില്ല. തോറ്റു കഴിഞ്ഞാൽ ഈ പാർശ്വവർത്തികൾ പോലും പിണറായി വിജയനെ തള്ളിപ്പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അവരായിരിക്കും ഏറ്റവും കൂടുതൽ തള്ളിപ്പറയുന്നത്. ഏറ്റവും കൂടുതൽ തള്ളിപ്പറയാൻ പോകുന്ന പിണറായി വിജയനെ കൊണ്ട് അനധികൃതമായി നേട്ടങ്ങൾ ഉണ്ടാക്കിയവരായിരിക്കും ആദ്യം പിണറായി വിജയനെ തള്ളിപ്പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ സൂചന ഇപ്പോൾ തെറ്റ് തിരുത്തിയാലെന്നൊക്കെ പറയുമ്പോൾ ഇത് MA ബേബി ആദ്യം സൂചന നൽകി കഴിഞ്ഞു. ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്യും, എന്തെങ്കിലും പാളിച്ച ഉണ്ടായാൽ അത് തിരുത്താൻ ശ്രമിക്കും. അപ്പോൾ പാളിച്ച ഉണ്ടായാൽ തിരുത്താൻ ശ്രമിക്കും എന്ന് പറയുമ്പോൾ എല്ലാറ്റിൻ്റെയും ഉത്തരവാദിത്തം ഒറ്റയാൾ വൺ മാൻ ഷോ ആയിരുന്നു. പ്രചരണത്തിന് മുഴുവൻ പോയത് പിണറായി, പ്രസംഗിക്കാൻ പോയത്, നടപടിയെടുക്കാൻ പോയത് പിണറായി, സംഘടന ഓർഗനൈസ് ചെയ്ത് പിണറായി, സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച പിണറായി, പാർട്ടി ഭാരവാഹികളെ തീരുമാനിച്ച പിണറായി, ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസിൽ ആരൊക്കെ വേണം, ശശി വേണോ, ഏത് ശശി വേണം, എങ്ങനെയുള്ള ശശി വേണം, ശിവശങ്കർ വേണമെന്ന് തീരുമാനിച്ചത് പിണറായി. ഈ പിണറായിക്ക് ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും മാറാൻ പറ്റില്ല. ഉത്തരവാദിത്വം വളരെ കൃത്യമായി പിണറായി ആരോപിക്കപ്പെട്ടിരിക്കുന്നു, പിണറായി സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ ഒരു പ്രസ്ഥാനത്തെയും ആ പ്രസ്ഥാനത്തിൻ്റെ ഭരണത്തെയും ഒരു വ്യക്തിയിലേക്ക് ഒതുങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ വ്യക്തിയാണ് തീരുമാനം എടുക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ വ്യക്തിയെ തന്നെ കൈക്കല കൂടാതെ ഇവർ പുറത്തേക്ക് കളയുന്നൊരവസ്ഥ വരുമ്പോൾ അധികാരമില്ലാത്ത പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എങ്ങനെ നിലനിൽക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ കഴിഞ്ഞൊരു ദിവസം നമ്മളൊരു ചർച്ചയിൽ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയല്ല, ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തിന് എങ്ങനെ നിലനിൽക്കാൻ പറ്റും? ആളും അകമ്പടിയോടും കൂടി 10 വർഷക്കാലം അദ്ദേഹം യാത്ര ചെയ്ത് എല്ലാവിധ സുഖസൗകര്യങ്ങൾ, ഇപ്പോൾ വാർത്തകളിലൊക്കെ വന്ന കാര്യങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം പമ്പയിൽ നടന്ന 1 ലക്ഷം രൂപയുടെ കട്ടിലിൽ കിടന്നുറങ്ങിയെന്നൊക്കെ പറയുമ്പോൾ അല്ല, അതൊക്കെ ശരിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ശരിയാണെന്ന് അല്ലെങ്കിൽ ആ വാർത്തകൾ വിശ്വസിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്രയും സുഖലോലുപതയിൽ കഴിഞ്ഞ പിണറായി വിജയന് ഇനി എങ്ങനെയാണ് ഇതൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റുക എന്നുള്ളത്, അല്ലെങ്കിൽ തൻ്റെ ചുറ്റും ആളും അകമ്പടിക്കാരില്ലാതെ, തൻ്റെ പാർശ്വവർത്തികളില്ലാതെ, ആജ്ഞാനുവർത്തികളില്ലാതെ എങ്ങനെ അദ്ദേഹത്തിന് ഒരു നിമിഷം ജീവിക്കാൻ പറ്റും എന്നുള്ള കാര്യം ചിന്തിക്കുമ്പോൾ വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് അദ്ദേഹം ചെന്നെത്തും. അല്ല, അതിനകത്ത് പിണറായി വിജയന് വരാൻ പോകുന്ന കുഴപ്പം ലിഫ്റ്റ് ഇല്ലാത്ത വണ്ടിയെ കയറാൻ പറ്റുമോ? അതെ, കേരളത്തിലെ കുറേ വാഹനങ്ങൾക്കെങ്കിലും ലിഫ്റ്റ് പിടിപ്പിക്കേണ്ടി വരും. അങ്ങനെ ശാരീരികമായി അതുപോലെ, പക്ഷെ ഞാൻ കണക്ക് കൂട്ടുന്നത് അതുപോലത്തെ അവസരം ഏതെങ്കിലും ഇപ്പോൾ ഇന്ത്യയിൽ തന്നെയോ കേരളത്തിൽ തന്നെയോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പെർമനൻ്റായിട്ട് കുറേ നാളത്തേക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അദ്ദേഹം മാറുമെന്നായിട്ട് തോന്നുന്നു. അല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം റാൻമൂളികളില്ലാതെ, ആജ്ഞാനുവർത്തികളില്ലാതെ അദ്ദേഹത്തിന് കഴിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. എന്തായാലും മെയ് 4-ാം തീയതിക്ക് ശേഷം
പിണറായി വിജയൻ എന്ന നേതാവ് തിരിച്ചു വരുമോ, കേരളത്തിൻ്റെ ഭരണസിംഹാസനത്തിൽ അദ്ദേഹം ഉണ്ടാകുമോ, അതോ കേരളത്തിലെ അറിയപ്പെടാത്ത മേഖലയിലേക്ക് രാഷ്ട്രീയത്തിൻ്റേതായാലും വ്യക്തിജീവിതത്തിൻ്റേതായാലും ആരും അറിയാത്തൊരിടത്തിലേക്ക് പിണറായി വിജയൻ പുറന്തള്ളപ്പെടുമോ എന്നുള്ളതല്ല നമുക്ക് ആദ്യം നമ്മൾ കേൾക്കാൻ പോകുന്ന വാചകം പിണറായി വിജയൻ്റെ റിയാസിൻ്റെ മുഖത്ത് നോക്കി പിണറായി വിജയൻ പറയാൻ പോകുന്ന വാചകം യൂദാസെ നീയും എന്ന് പറഞ്ഞതുപോലെ പറയേണ്ട അവസ്ഥ പിണറായി വിജയനെ കാത്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും എന്താ സംഭവിക്കുന്നത് നമുക്ക് കണ്ടറിയാം.